എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 6ാമത്തെ സർഗത്തിലെ 22, 23 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഈ 2 ശ്ലോകങ്ങളിലും അനുഷ്ടുപ്പ് വൃത്തം തന്നെയാണുള്ളത്. ഭഗവാൻ ബ്രാഹ്മണ പൂജ കഴിക്കണതിൻ്റെ പ്രാധാന്യം അച്ഛന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അത് പറഞ്ഞ് നിർത്തുകയാണ് ചെയ്യണത്. നമുക്കാദ്യം 22ാമത്തെ ശ്ലോകം നോക്കാം. തത്സപര്യാ ത്വയാ കാര്യാ തേഷാം നാന്യസ്യ കസ്യചിത് നനു ജുഹ്വതി മന്ത്രജ്ഞാ പാവകേന തു ഭസ്മനി. ആദ്യം പദച്ഛേദം നോക്കാം. തത് സപര്യാ ത്വയാ കാര്യാ തേഷാം ന അന്യസ്യ കസ്യചിത് നനു ജുഹ്വതി മന്ത്രജ്ഞാ പാവകേ നതു ഭസ്മനി. ഇതിൽ ആകെ 1-2 പദച്ഛേദങ്ങളേ ഉള്ളൂ. ഇവിടെ പറഞ്ഞു നിർത്തുകയാണ് ബ്രാഹ്മണർക്ക് തന്നെ പൂജ കൊടുക്കണം, അല്ലെങ്കിൽ അവരെ വന്ദിക്കണം എന്ന്. തത് എന്നുള്ള വാക്കിന് തസ്മാത്, അതുകൊണ്ട് തന്നെ, ത്വയാ അങ്ങയാൽ, അച്ഛനോട് പറയാ അച്ഛ അങ്ങ്, തേഷാം സപര്യാ കാര്യ തേഷാം അവർക്ക് തന്നെയാണ്, അതായത് ബ്രാഹ്മണർക്ക് തന്നെയാണ് സപര്യ പൂജ കാര്യ ചെയ്തു കൊടുക്കേണ്ടത്. അവരെ തന്നെയാണ് വന്ദിക്കേണ്ടത്, അവരെയാണ് ആരാധിക്കേണ്ടത്. അന്യസ്യ കസ്യചിത് ന, വേറെ ആർക്കും പൂജ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. വേറെ ആരെയുമല്ല പൂജിക്കേണ്ടത്, ബ്രാഹ്മണരെയാണ് പൂജിക്കേണ്ടത്. അതിനുള്ള കുറേ തെളിവുകൾ, ബ്രാഹ്മണരുടെ കഴിവിനെ പറ്റിയിട്ടുള്ള കുറേ തെളിവുകൾ ഭഗവാൻ ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് കാണിച്ചു തന്നു. എന്നിട്ട് പറയാണ് ബ്രാഹ്മണർക്ക് പൂജ കൊടുക്കണം, ദാനം കൊടുക്കണം, അതല്ലാതെ വേറെ ആർക്കും കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുന്നത്. അത് അടുത്ത വരി കൂടി കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ ഈ കാര്യല്യായ എന്താണ് ഭഗവാൻ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. മന്ത്രജ്ഞാ, എന്നിട്ട് ഉദാഹരണം പറയാണ്, മന്ത്രജ്ഞന്മാർ പാവകേ ജുഹ്വതി നനു, പാവകനിലാണല്ലോ ഹോമിക്കുന്നത്, നതു ഭസ്മനി, ഭസ്മത്തിലല്ലോ. ഇവിടെ പറയാണ് മന്ത്രജ്ഞന്മാരെന്ന് പറഞ്ഞാൽ യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ അറിയുന്ന ബ്രാഹ്മണര്, അല്ലെങ്കിൽ അതിനുള്ള അർഹതയുള്ള ആൾക്കാര്, മന്ത്രജ്ഞന്മാര്. മന്ത്രത്തോടു കൂടിയിട്ട് ഹോമം ചെയ്യുന്നത്, എന്തെങ്കിലും ഹവിസ് അർപ്പിക്കുന്നത് എവിടെയാണ്? പാവകനിലാണ്. പാവകൻ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. അഗ്നിയിലേക്കാണ് ഹവിസ് അർപ്പിക്കുന്നത്. എവിടേക്കല്ല? നതു ഭസ്മനി, അതിൻ്റെ ഉള്ളിലുള്ളതായ, അല്ലെങ്കിൽ പാവകൻ എവിടെയാണോ കത്തുന്നത്, അഗ്നി എവിടെയാണോ ജ്വലിക്കണത്, അതിൻ്റെ ഉള്ളിൽ എന്തായാലും ചാരം ഉണ്ടാവും, കുറച്ച് വെണ്ണീറുണ്ടാവും. ആ വെണ്ണീറിലൊന്നും അല്ലല്ലോ, ആ ഭസ്മത്തിലൊന്നും അല്ലല്ലോ ആരും കൊണ്ട് നെയ്യർപ്പിക്കണത്. നെയ്യർപ്പിക്കുന്നതൊക്കെ അഗ്നിയിലല്ലേ. ചാരത്തിൽ കൊണ്ട് നെയ്യർപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഹവിസ് അർപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് അർപ്പിക്കേണ്ടത് അഗ്നിയിലാണ്. അഗ്നിയിൽ അർപ്പിച്ചാലേ അത് വേണ്ടതുപോലെ ദേവന്മാരിലേക്ക് എത്തുള്ളൂ. യാഗകർമ്മങ്ങളിൽ ഹവിസ് അർപ്പിക്കുന്നത് എപ്പോഴും അഗ്നിയിലാണ്. അഗ്നി അത് മറ്റു ദേവന്മാർക്കൊക്കെ കൊണ്ടു കൊടുക്കണു എന്നുള്ളതാണ് പൗരാണികമായിട്ടുള്ള നമ്മുടെ ചിന്ത. അപ്പോൾ ഹവ്യവാഹനൻ എന്നൊക്കെ അഗ്നിക്ക് പേരുണ്ട്. ഹവ്യഭുക്, ഹവ്യവാഹനൻ എന്നൊക്കെ പേരുകളുണ്ട്. അപ്പോൾ ഇന്ദ്രന് കൽപ്പിച്ചിട്ടായാലും വരുണന് കൽപ്പിച്ചിട്ടായാലും ഇനി മറ്റേതൊരു ദേവനെ കൽപ്പിച്ചിട്ടായാലും മന്ത്രം ചൊല്ലി ആ ദേവനെ ചിന്തിച്ചുകൊണ്ട്, ഉള്ളിൽ മനസ്സാ ചിന്തിച്ചുകൊണ്ട് ഹവിസ് അർപ്പിക്കുന്നത് എപ്പോഴും അഗ്നിയിലായിരിക്കും. അതുപോലെ വേറെന്തിലാവില്ല, ചാരത്തിലല്ല കൊണ്ട് അതിൻ്റെ അടിയിൽ ചമത അല്ലെങ്കിൽ വിറകുകൾ, പല ഇന്ധനങ്ങളും കത്തിച്ചിട്ടായിരിക്കുമല്ലോ ഈ തീ ഉണ്ടാക്കണത്. അപ്പോൾ ആ തീയിലേക്കാണ് അർപ്പിക്കുന്നത്, അതല്ലാതെ ഇത് കത്തിച്ച് അവിടെ കിടക്കുന്നതായ ഉപയോഗശൂന്യമായിട്ടുള്ള ഭസ്മത്തിലേക്കല്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യാഗം ചെയ്യണതിന്റെ ഫലം കിട്ടണമെങ്കിൽ അഗ്നിയിൽ തന്നെ ഹോമിക്കണം, അതല്ലാതെ ഭസ്മത്തിൽ ഹോമിച്ചാൽ പോരാ. ഇവിടെ അച്ഛനോട് അത് ഉദ്ദേശിച്ചിട്ട് പറയാണ്, ബ്രാഹ്മണർക്ക് ലൗകികമായിട്ടുള്ള ഏതൊരു ഉന്നമനത്തിനും ബ്രാഹ്മണർക്ക് പൂജ കൊടുക്കണം, അല്ലാതെ ഇതിലൊന്നും പെടാതെ വേറെ ഏതോ ഒരു ലോകത്തിരിക്കണ ഇന്ദ്രന് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല എന്ന് ഈ 2 വാക്യങ്ങളും ഒരു ദൃഷ്ടാന്താലങ്കാരത്തിലാണ് പെടുക. ബിംബപ്രതിബിംബഭാവത്തിൽ നിന്നുകൊണ്ട് ഒരു യാഗവിധിയെയും അതുപോലെ തന്നെ അച്ഛൻ നടത്താൻ പോണ കർമ്മങ്ങളെയും വർണ്ണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എപ്രകാരമാണോ അഗ്നിയിൽ അർപ്പിക്കുന്ന ഈ ഹവിസ്
ഫലപ്രദമാവുന്നത്. അതുപോലെ ബ്രാഹ്മണർക്ക് പൂജ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഫലപ്രദമാവും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. 23-ാമത്തെ ശ്ലോകം നോക്കൂ. ഗോവർദ്ധനശ്ച സംപൂജ്യ പുണ്യോയം പൃഥിവീധര വയം ഗാവശ്ച യസ്യൈവ സകാശാല്ലബ്ധജീവന. പദച്ഛേദം നോക്കാം ആദ്യം. ഗോവർദ്ധന ച സംപൂജ്യ പുണ്യ അയം പൃഥിവീധര വയം ഗാവഃ ച യസ്യ ഏവ സകാശാത് ലബ്ധജീവനാ. ഇനി ബ്രാഹ്മണർക്ക് പൂജ കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ വേറൊരാൾക്കും കൂടിയും വലിയൊരു പൂജ, വലിയൊരു ആരാധന നടത്തേണ്ടതുണ്ട്. അതാരാണ്? അതാണ് നമുക്ക് എല്ലാവർക്കും ജീവിതം നൽകുന്നവനായ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഗോവർദ്ധനം എന്നു പേരുള്ള പൃഥ്വീധരൻ. ഭൂമിയെ ധരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ പർവ്വതശ്രേഷ്ഠന് വേണം പൂജ കൊടുക്കാൻ. അതാണ് ഇവിടെ പറയണത്. പുണ്യ അയം പൃഥ്വീധര ഗോവർദ്ധനശ്ച സംപൂജ്യ. പുണ്യ അയം, വളരെ പുണ്യവാനായിട്ടുള്ള, എല്ലാവർക്കും നന്മയുണ്ടാവണം, എല്ലാവർക്കും ഗുണമുണ്ടാവണം എന്ന് കരുതി മാത്രം ഇവിടെ വിരാജിക്കുന്നവനായ, പശുക്കൾക്കായാലും പശുക്കളെ ആശ്രയിച്ച് ജീവിക്കുന്നവരായ മനുഷ്യർക്കായാലും മാത്രമല്ല ആ കാട്ടിലുള്ള ആർക്കായാലും ആധാരമായിരിക്കുന്നത് ഈ ഗോവർദ്ധന പർവ്വതമാണ്. അവരെ മുഴുവനും സംരക്ഷിക്കുന്നതും അവർക്ക് വേണ്ടതൊക്കെ നൽകുന്നതും ഗോവർദ്ധനമാണ് എന്നുള്ളത് കൊണ്ടാണ് ഗോവർദ്ധനത്തിനെ പുണ്യവാനാണെന്ന് വിശേഷിപ്പിച്ചത്. അങ്ങനെ പുണ്യവാനായിട്ടുള്ള ഗോവർദ്ധനം എന്നു പേരുള്ളതായ പൃഥ്വീധരൻ, പൃഥ്വീധര എന്ന് പറഞ്ഞാൽ പൃഥ്വി, ഭൂമി, പൃഥ്വിയെ ധരിക്കുന്നവൻ, പർവ്വതം. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു പർവ്വതവും ഭൂമിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് നമ്മൾ കരുതുന്നില്ല. പർവ്വതങ്ങളൊക്കെ പാതാളത്തിൽ നിന്ന് തുടങ്ങി ഭൂമിയിൽ കൂടെ അങ്ങനെ ആകാശം മുട്ടെ നിൽക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഭൂമിയെ ഓരോ പർവ്വതവും താങ്ങി നിർത്തുകയാണ് ചെയ്യണത് അതിന്റെ മടിത്തട്ടുകൊണ്ട്. ശ്രീകൃഷ്ണ വിലാസ കാവ്യത്തിലെ 1-ാമത്തെ സർഗത്തിൽ സുമേരു പർവ്വതത്തിനെ വർണ്ണിച്ചപ്പോഴും ഇതുപോലെ തന്നെ പറഞ്ഞു. ആരുടെ മടിയിലാണോ, ആരുടെ മടിയിൽ ഒരു മകളെ പോലെ ഭൂമി വിരാജിക്കുന്നുവോ ആ സുമേരു പർവ്വതം എന്ന് പറയണ്ടായി. അതുപോലെ തന്നെ ഈ ഗോവർദ്ധന പർവ്വതവും താഴെ നിന്ന് തുടങ്ങി ആകാശം മുട്ടെ വളർന്നു നിൽക്കണു. അതിന്റെ മധ്യഭാഗത്താണ് ഭൂമി ഇരിക്കുന്നത്. അപ്പോൾ ആ ഭൂമിയെ ധരിക്കുന്നവനായിട്ടുള്ള ഗോവർദ്ധന പർവ്വതവും പുണ്യവാനാണ്. അതുകൊണ്ട് തന്നെ ആ പർവ്വതത്തിനും പൂജ കൊടുക്കണം. എന്തുകൊണ്ട്? വയം ഗാവശ്ച, നമ്മളും പശുക്കളും, പശുക്കളെ മേച്ചു നടക്കുന്നവരായിട്ടുള്ള ഗോപാലന്മാരും ഗോപകുമാരന്മാരും എല്ലാവരും തന്നെ, അതുപോലെ തന്നെ പശുക്കളും ഒക്കെ യസ്യ സകാശാത് ഏവ ലബ്ധജീവന. യസ്യ സകാശാത്, ആരുടെ അടുത്തു നിന്നാണോ, ആര് സഹായിച്ചിട്ടാണോ ഇവിടെ ജീവനോടുകൂടി ഇരിക്കുന്നത്. ലബ്ധജീവന, ഇവിടെ ഈ ഭൂമിയിൽ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റണത് ആരൊരാളുടെ സഹായം കൊണ്ടാണോ ആ പർവ്വതശ്രേഷ്ഠനെയും വന്ദിക്കണം. ആദ്യം ഈ ബ്രാഹ്മണരെ വന്ദിക്കണം, ബ്രാഹ്മണർക്ക് പൂജ കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ പൃഥ്വീധരനായിട്ടുള്ള ഈ ഗോവർദ്ധനത്തെയും പൂജിക്കണം. ഗോവർദ്ധനം അവിടെ ഉള്ളത് കൊണ്ടാണ് വെള്ളത്തിന് വെള്ളം, പുല്ലിന് പുല്ല് ഒക്കെ ആയിട്ട് പശുക്കൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റണത്. അതുപോലെ തന്നെ പശുക്കളെ ആശ്രയിച്ച് കഴിയുന്ന മനുഷ്യർക്ക് പാല്, അതുപോലെ ഈ പാലുൽപ്പന്നങ്ങൾ, പശുക്കളിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള എല്ലാ സാധനങ്ങളും സുഭിക്ഷമായി കിട്ടണമെങ്കിൽ അവർക്ക് നല്ല തീറ്റ കിട്ടണം. ആ തീറ്റ മുഴുവനും ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ പർവ്വതമാണ്. അതുകൊണ്ട് പർവ്വതത്തിനെ വന്ദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് ശ്രീകൃഷ്ണൻ അച്ഛനോട്, നന്ദഗോപനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇവരെയൊക്കെ ഇപ്രാവശ്യം പൂജിച്ചാൽ മതി. സാധാരണ പൂജിക്കാറുള്ള അല്ലെങ്കിൽ യാഗം നടത്തി വന്ദിക്കാറുള്ള ഇന്ദ്രനെ തൽക്കാലത്തേക്ക് ഒഴിവാക്കാം. ആരെ പൂജിച്ചാലാണോ ഫലം അവരെയാണ് പൂജിക്കേണ്ടത്. അതല്ലാതെ ഒരു വെണ്ണൂറിനെ അഥവാ ചാരത്തിനെ പൂജിക്കുന്നതിലും നല്ലത് ഗുണമുള്ള അഗ്നിയെ പൂജിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് തിരുത്തുകയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് നന്ദഗോപര് തൻ്റെ പദ്ധതികളൊക്കെ മാറ്റാൻ പോവുകയാണ്. അത് അടുത്ത ദിവസം അടുത്ത ശ്ലോകങ്ങളിൽ നോക്കാം. നമുക്കിന്ന് ഈ 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. തത്സപര്യാത്വയാ കാര്യ തേഷാം നാന്യസ്യ കസ്യചിത് നനു ജുഹ്വതി മന്ത്രജ്ഞാ പാവകേ നതു ഭസ്മനി ഗോവർദ്ധനശ്ച സംപൂജ്യ പുണ്യോയം പൃഥിവീധര വയം ഗാവശ്ച യസ്യൈവ സകാശാല്ലബ്ധജീവന. ഇവിടെ ഈ 2 ശ്ലോകങ്ങളിലായിട്ട് വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ
ശ്രീകൃഷ്ണന്റെ സംഭാഷണം എന്നുള്ള നിലയ്ക്ക് ബ്രാഹ്മണരെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൃഷ്ണന്റെ ഉപദേശം കേട്ടിട്ട് നന്ദഗോപർ എന്താ ചെയ്യാൻ പോണത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ കാണാം. സുന്ദരമായിട്ടുള്ള ലളിതമായിട്ടുള്ള ഈ 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.